ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. മണ്ണിടിച്ചിലുണ്ടായ കുതിരാൻ തുരങ്കമുഖത്ത് ജാഗ്രത തുടരുന്നു. വിദഗ്ധ സംഘം തിങ്കളാഴ്ച സ്ഥലത്ത് പരിശോധന നടത്തും. ക്ഷേത്ര ഫണ്ട് ക്ഷേത്രത്തിന്റെ വികസനത്തിനും നാടിന്റെ നന്മയ്ക്കുമായി വിനിയോഗിക്കണമെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ഗുരുവായൂർ ദേവസ്വത്തിൽ ഒഴിവുവരുന്ന 3 ഭരണസമിതി അംഗങ്ങളെ സെപ്റ്റംബർ 2ാമത്തെ ആഴ്ചയോടെ നിയമിക്കും. ദേശീയപാത നെല്ലായിയിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ മിനി ലോറി ഇടിച്ച് വയോധികൻ മരിച്ചു. മരത്താക്കര കുഞ്ഞനംപാറയിൽ ടോറസ് ലോറിക്ക് പുറകിൽ ബസ്സിടിച്ച് 5 പേർക്ക് പരിക്കേറ്റു. ഗുരുവായൂർ ഫയർ സ്റ്റേഷൻ കെട്ടിട വാടക സംബന്ധിച്ച തർക്കം പരിഹരിക്കാൻ സർക്കാർ ഇടപെടണമെന്ന് NK അക്ബർ MLA. ദേവസ്വം വകുപ്പ് മന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഇടപെടണമെന്ന് MLA. വടക്കാഞ്ചേരി ഓട്ടുപാറ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന സമാന്തര പുഴപ്പാലത്തിന്റെ പൈലിംഗ് ആരംഭിച്ചു. 26.5 മീറ്റർ നീളത്തിലും 11 മീറ്റർ വീതിയിലുമാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. വാർത്തകൾ വിശദമായി. മണ്ണിടിച്ചിലുണ്ടായ കുതിരാൻ തുരങ്കമുഖത്ത് ജാഗ്രത തുടരുന്നു. കൂടുതൽ മണ്ണിടിച്ചിലിന് സാധ്യതയില്ലെന്നാണ് നിഗമനം. എങ്കിലും മഴ കനത്താൽ സാഹചര്യം മാറും. മണ്ണിടിച്ചിലുണ്ടായ പടിഞ്ഞാറെ തുരങ്കമുഖത്ത് വിദഗ്ധ സംഘം പരിശോധന നടത്തിയിരുന്നു. മലയുടെ മുകളിലെ നീർച്ചാലുകൾ തടസ്സപ്പെട്ടിട്ടില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സ്ഥലത്ത് പോലീസിന്റെ നിരീക്ഷണം ഏർപ്പെടുത്തി. തുരങ്കത്തിന് സമീപത്തെ സബ്സ്റ്റേഷനിലെ ജീവനക്കാരെ ഒഴിപ്പിച്ചു. കുതിരാനിൽ പാലക്കാട് ഭാഗത്തേക്കുള്ള പാതയിൽ ഗതാഗതം 2 വരിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഗതാഗത നിയന്ത്രണത്തിനായി ബാരിക്കേഡുകളും സ്ഥാപിച്ചു. അതേസമയം ശക്തമായ മഴ തുടർന്നാൽ മണ്ണ് കൂടുതൽ ഇളകി മരങ്ങൾ ഉൾപ്പെടെ താഴേക്ക് വരാം. മരങ്ങൾ വളരുന്നതിനനുസരിച്ച് വേരുകൾ പടരുന്നതും മണ്ണിന് ഇളക്കമുണ്ടാക്കുന്നുണ്ട്. മലമുകളിൽ ഒഴുകുന്ന സ്വാഭാവിക നീർച്ചാലുകൾ ഏതെങ്കിലും തരത്തിൽ തടസ്സപ്പെട്ടാൽ മണ്ണിടിച്ചിൽ ശക്തമാകാൻ സാധ്യതയേറെയാണ്. ഈ സാഹചര്യത്തിൽ കിഴക്കേ തുരങ്കമുഖത്ത് സ്വീകരിച്ച മുൻകരുതൽ നടപടികൾ പടിഞ്ഞാറേ ഭാഗത്തും സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. പടിഞ്ഞാറേ തുരങ്കമുഖത്തെ പാറക്കെട്ടുകൾ ബലപ്പെടുത്തേണ്ടതുണ്ട്. നീരൊഴുക്ക് സുഗമമാക്കാൻ ചെരുവുകൾ ഉണ്ടാക്കി പൈപ്പുകൾ സ്ഥാപിക്കണമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അതേസമയം ബദൽ പാതയായി കുതിരാൻ ക്ഷേത്രത്തിന് മുന്നിലൂടെയുള്ള പഴയ ദേശീയപാത വീണ്ടും സഞ്ചാരയോഗ്യമാക്കാനുള്ള സാധ്യതകൾ അധികൃതർ ആരായുന്നുണ്ട്. കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണെങ്കിലും പുതിയ സാഹചര്യത്തിൽ തുടർ നടപടികൾ അനിവാര്യം. ന്യൂസ് ഡെസ്ക് TCV. ക്ഷേത്ര ഫണ്ട് ക്ഷേത്രത്തിന്റെ വികസനത്തിനും നാടിന്റെ നന്മയ്ക്കുമായി വിനിയോഗിക്കണമെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ഗുരുവായൂർ തെക്കേനടയിൽ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ നിർമ്മിച്ച പുതിയ സ്റ്റേജിന്റെ സമർപ്പണം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഗുരുവായൂർ ദേവസ്വത്തിൽ ഒഴിവുവരുന്ന 3 ഭരണസമിതി അംഗങ്ങളെ സെപ്റ്റംബർ 2ാമത്തെ ആഴ്ചയോടെ നിയമിക്കും. അഡ്മിനിസ്ട്രേറ്ററുടെ ഒഴിവ് ഉടൻ നികത്തും. ഭക്തനാണെന്ന് തനിക്ക് വിശ്വാസമുള്ള ആളെയാകും നിയമിക്കുക എന്നും മന്ത്രി പറഞ്ഞു. ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് അധ്യക്ഷനായി. NK അക്ബർ MLA, നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ, ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, C മനോജ് B നായർ, KS ബാലഗോപാൽ, MU ഷിനിജ, കളക്ടർ ശിഖ സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയപാത നെല്ലായിയിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ മിനി ലോറി ഇടിച്ച് വയോധികൻ മരിച്ചു. മുപ്ലിയം സ്വദേശി കുളങ്ങര വീട്ടിൽ 92 വയസ്സുള്ള ജോർജാണ് മരിച്ചത്. തൃശൂർ ഭാഗത്തു നിന്നും വന്ന ലോറിയാണ് ജോർജിനെ ഇടിച്ചത്. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊടകര പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. തിരുവല്ലുവാമലയിൽ ബസ്സും കാറും കൂട്ടിയിടിച്ച് കാർ യാത്രികന് പരിക്കേറ്റു. കാട്ടുകുളം ബസ് സ്റ്റോപ്പിന് സമീപമായിരുന്നു സംഭവം. തിരുവല്ലുവാമല ഭാഗത്തുനിന്നും ചേലക്കരയിലേക്ക് വരികയായിരുന്ന പഴയന്നൂർ സ്വദേശിയുടെ കാറും തൃശൂർ തിരുവല്ലുവാമല റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ കാർ ഡ്രൈവറായ പഴയന്നൂർ സ്വദേശിയെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മരത്താക്കര കുഞ്ഞനംപാറയിൽ ടോറസ് ലോറിക്ക് പുറകിൽ ബസ്സിടിച്ച് 5 പേർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ബസ് ഡ്രൈവർ ചേർത്തല സ്വദേശി രാകേഷ്, ബസ് ജീവനക്കാരൻ ഉണ്ണികൃഷ്ണൻ, യാത്രക്കാരായ കൊല്ലം സ്വദേശി പ്രശാന്ത്, ആറ്റിങ്ങൽ സ്വദേശി രാഹുൽ, തമ്പാനൂർ സ്വദേശി ലത എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരത്ത് നിന്നും ബാംഗ്ലൂരിലേക്ക് പോയിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്.
സർവീസ് റോഡ് നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്ന ടോറസ് ലോറിക്ക് പുറകിലാണ് ബസ് ഇടിച്ചത്. പാത്രമംഗലത്ത് കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരന് പരിക്കേറ്റു. വെട്ടുകാട് സ്വദേശി രാഗിലിനാണ് പരിക്കേറ്റത്. പരിക്കേറ്റ രാഗിലിനെ എരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ ദേവസ്വം സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഫയർ സ്റ്റേഷന്റെ കെട്ടിട സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കണമെന്ന് NK അക്ബർ MLA ആവശ്യപ്പെട്ടു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ശ്രീ ഗുരുവായൂരപ്പൻ സ്റ്റേജ് ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിലാണ് MLA ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ കെട്ടിടത്തിലാണ് നിലവിൽ ഫയർ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ കെട്ടിടത്തിനകത്തേക്ക് വെള്ളം കയറിയിരുന്നു. ഗുരുവായൂർ ദേവസ്വം ആധുനിക രീതിയിലുള്ള വലിയ കെട്ടിടം പണിതിട്ടുണ്ട്. വാടക സംബന്ധിച്ച തർക്കം കാരണം കെട്ടിടം ഫയർഫോഴ്സിനെ കൈമാറിയിട്ടില്ല. പ്രശ്നത്തിൽ എത്രയും പെട്ടെന്ന് ഇടപെട്ട് ഫയർ സ്റ്റേഷൻ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിന് നടപടി സ്വീകരിക്കണം. ദേവസ്വം മന്ത്രിയും ഫയർ വകുപ്പിന്റെ ചുമതലയുള്ള ആഭ്യന്തര വകുപ്പ് മന്ത്രിയും സംയുക്തമായി ഇക്കാര്യത്തിൽ അടിയന്തരമായ തീരുമാനമെടുത്ത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും MLA അഭ്യർത്ഥിച്ചു. ഗുരുവായൂരിൽ ആധുനിക ചികിത്സ ലഭ്യമാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആശുപത്രി നിർമ്മിക്കണമെന്നും മമ്മിയൂരിൽ മേൽപ്പാലം നിർമ്മിക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. വടക്കാഞ്ചേരി ഓട്ടുപാറ ടൗണുകളെ ബന്ധിപ്പിക്കുന്ന സമാന്തര പുഴപ്പാലത്തിന്റെ പൈലിംഗ് ആരംഭിച്ചു. 26.5 മീറ്റർ നീളത്തിലും 11 മീറ്റർ വീതിയിലുമാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. 7.5 മീറ്റർ കാരിയേജ് വേയും 3 മീറ്റർ നടപ്പാതയും ഉണ്ടായിരിക്കും. ഇരുവശത്തും 1.5 മീറ്റർ വീതിയിലാണ് നടപ്പാത. പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും നിർമ്മാണം ഉൾപ്പെടെ 5.16 കോടി രൂപയ്ക്കാണ് മുൻ സർക്കാർ ഭരണാനുമതി നൽകിയിരുന്നത്. പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് സ്ഥലം സന്ദർശിച്ച MLA പറഞ്ഞു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ, വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല മോഹൻ, തലപ്പള്ളി താലൂക്ക് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ചെയർമാൻ NK പ്രമോദ് കുമാർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ MLAയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ഇടവേള. ഏത് ബഡ്ജറ്റിലും ഹാപ്പി ആയിരുന്ന ഷോപ്പിംഗ് മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻസ്, സെക്കൻഡ് സ്റ്റാൻഡ്, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ, ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തകളിലേക്ക് വീണ്ടും. കുന്നംകുളം നഗരസഭാ സെക്രട്ടറി KK മനോജിന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് വിജിലൻസ് സംഘം 21,50,000 രൂപ കണ്ടെത്തിയ സംഭവത്തിൽ സെക്രട്ടറിക്കെതിരെ കൗൺസിൽ യോഗത്തിൽ കോൺഗ്രസ് കൗൺസിലർമാരുടെ പ്രതിഷേധം. കൗൺസിൽ യോഗത്തിൽ സെക്രട്ടറിയെ പങ്കെടുപ്പിക്കരുതെന്ന് ആവശ്യപ്പെട്ടാണ് കോൺഗ്രസ് കൗൺസിലർമാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കൗൺസിൽ ആരംഭിച്ചതു മുതൽ അവസാനിക്കുന്നതുവരെ 2 മണിക്കൂറിൽ കൂടുതൽ കൗൺസിൽ യോഗത്തിൽ കോൺഗ്രസ് കൗൺസിലർമാർ എഴുന്നേറ്റ് നിന്ന് പ്രതിഷേധം രേഖപ്പെടുത്തി. യോഗത്തിൽ കൗൺസിലർമാർ എഴുന്നേറ്റ് നിന്ന് പ്രതിഷേധിച്ചത് സെക്രട്ടറിയുടെ അക്കൗണ്ടിൽ നിന്ന് കണ്ടെത്തിയ പണത്തിന് വ്യക്തമായ രേഖകൾ ലഭിക്കുന്നതുവരെ കൗൺസിൽ യോഗത്തിൽ സെക്രട്ടറിയെ പങ്കെടുപ്പിക്കരുതെന്നും കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. ഷാജി ആലിക്കൽ, മിനി മോൻസി, റോഷിദ് ഓടാട്ട്, അനീന ഷിബു, മിനി KP, ജിഷ ബേബി തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ എടവിലങ്ങിൽ പനി ബാധിച്ച് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. കുഞ്ഞയനി ശിവകൃഷ്ണപുരം ക്ഷേത്രത്തിന് സമീപം കൈമപ്പറമ്പിൽ 62 വയസ്സുള്ള സുനിൽ ആണ് മരിച്ചത്. പനി ബാധിച്ചതിനെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. കനത്ത മഴയിൽ അമ്മാടത്ത് വീടിന്റെ മതിൽ ഇടിഞ്ഞു വീണു. അനുഗ്രഹ നഗറിൽ താമസിക്കുന്ന ശശികുമാറിന്റെ വീടിന്റെ ചുമരിലേക്കാണ് സമീപവാസി സേട്ടുവിന്റെ മതിൽ ഇടിഞ്ഞു വീണത്. മനക്കൊടി പുള്ള റോഡിലെ വെള്ളക്കെട്ടും വാരിയംകോൾ പാടശേഖരത്തിലെ വെള്ളപ്പൊക്ക ഭീഷണിയും ശാശ്വതമായി പരിഹരിക്കുന്നതിന് നടപടി തുടങ്ങിയതായി പ്രൊഫസർ C. രവീന്ദ്രനാഥ് MLA പറഞ്ഞു. വെള്ളക്കെട്ടിനെ തുടർന്ന് ഗതാഗതം നിരോധിച്ച PWD റോഡ് സന്ദർശിച്ചതിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മനക്കൊടി പുള്ള റോഡിന്റെ വെള്ളത്തിലായ ഏകദേശം 750 മീറ്റർ ആവശ്യമായ ഉയരത്തിൽ ഉയർത്തി ഡ്രൈനേജ് സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി സ്ഥിരമായ സംരക്ഷണ പ്രവൃത്തി നടപ്പിലാക്കുന്നതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അടിയന്തര നിർദ്ദേശം നൽകി.
ആവശ്യമായ ഭരണാനുമതിയും ഫണ്ടും അനുവദിക്കുമെന്നും പൊതുമരാമത്ത് വകുപ്പിനോട് ആവശ്യപ്പെട്ട് വകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നും MLA പറഞ്ഞു. വാർഡംഗം ഓമന അശോകൻ, വാര്യം കോൾപ്പടവ് സെക്രട്ടറി KK അശോകൻ, പ്രസിഡന്റ് പുഷ്കരൻ കുറുവത്ത്, CPIM കുന്നത്തങ്ങാടി ലോക്കൽ സെക്രട്ടറി K രാഗേഷ്, VP രാജേഷ് തുടങ്ങിയവർ MLAയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ശക്തമായ മഴയിൽ പാവറട്ടി കാക്കശ്ശേരി പുളിഞ്ചേരി പാലത്തിനു സമീപം കോഴിത്തോടിന്റെ പാർശ്വഭിത്തി തകർന്നു വീണു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കോഴിത്തോടിന്റെ അരികിൽ സ്വകാര്യ വ്യക്തികൾ നിർമ്മിച്ച മതിലാണ് തകർന്നത്. മഞ്ഞയിൽ അബ്ദുൾ മജീദിന്റെ ഉടമസ്ഥതയിലുള്ള മതിലും സമീപവാസിയായ കല്ലായിൽ ഗിരീഷിന്റെ മതിലുമാണ് തകർന്നു വീണത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ കോഴിത്തോട്ടിൽ വെള്ളം ഉയർന്നതാണ് മതിൽ തകരാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഇതു സംബന്ധിച്ച് പഞ്ചായത്ത് അധികൃതർക്കും വില്ലേജ് ഓഫീസർക്കും പരാതി നൽകിയിട്ടുണ്ട്. അവയവദാനം കച്ചവടമാകുന്നതാണ് ഈ രംഗം നേരിടുന്ന പ്രധാന വെല്ലുവിളിയെന്ന് ആരോഗ്യമന്ത്രി K മുരളീധരൻ. മരണാനന്തര അവയവദാനത്തെ സർക്കാർ പരമാവധി പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ മതങ്ങളെ കൂട്ടുപിടിച്ച് ചിലർ നടത്തുന്ന തെറ്റായ പ്രചരണം അവയവദാനത്തിന് വിഘാതമായി മാറുന്നുവെന്നും K മുരളീധരൻ വ്യക്തമാക്കി. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ വേലൂർ കുറുമാലിൽ ആരംഭിച്ച രണ്ടാമത് സൗജന്യ ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. AC മൊയ്തീൻ MLA അധ്യക്ഷനായി. കിഡ്നി ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമൽ, അമല ആശുപത്രി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജെയ്സൺ മുണ്ടൻമാണി, വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ, ഫാദർ ജോൺസൺ പടിഞ്ഞാക്കര, ഫാദർ സേവ്യർ ക്രിസ്റ്റി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പ്രമീള സുബ്രഹ്മണ്യൻ, സിനി പ്രസാദ്, ജില്ലാ പഞ്ചായത്ത് അംഗം ലീല രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. മറ്റുള്ളവർക്ക് എന്ത് തോന്നിയാലും കാര്യങ്ങൾ സത്യസന്ധമായി മുഖത്തു നോക്കി പറയുന്നതിൽ ഒട്ടും മടി കാണിക്കാത്ത നേതാവായിരുന്നു PA മാധവനെന്ന് മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ അഭിപ്രായപ്പെട്ടു. പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച PA മാധവൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രവർത്തകരുമായുള്ള ആത്മബന്ധം മുറിയാതെ സൂക്ഷിക്കുന്ന വ്യക്തിത്വമാണ് മാധവന്റേതെന്നും VM സുധീരൻ കൂട്ടിച്ചേർത്തു. പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി CC ശ്രീകുമാർ, DCC ഭാരവാഹികളായ PK രാജൻ, AT സ്റ്റീഫൻ, KB ജയറാം, VG അശോകൻ, ജിയോ ഫോക്സ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലമന്റ് C ഫ്രാൻസിസ്, പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ആൻഡോ ലിജോ, ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിൽ ആതിര എന്നിവർ സംസാരിച്ചു. തിരുവനന്തപുരത്ത് കടലിൽ മത്സ്യബന്ധനത്തിനിടെ മത്സ്യത്തൊഴിലാളികളെ കാണാതായ സംഭവത്തിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ വീഴ്ചയ്ക്കെതിരെ പ്രതിഷേധവുമായി മത്സ്യത്തൊഴിലാളി യൂണിയൻ. മത്സ്യത്തൊഴിലാളികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിൽ ഫിഷറീസ് വകുപ്പ് ഗുരുതരമായ അനാസ്ഥ കാട്ടുകയാണെന്നാരോപിച്ച് മത്സ്യത്തൊഴിലാളി യൂണിയൻ ചാവക്കാട് ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് ബീച്ചിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. യൂണിയൻ ജില്ലാ സെക്രട്ടറി NK അക്ബർ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. അപകടത്തിൽപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്കായി കാര്യക്ഷമമായ തിരച്ചിലും രക്ഷാപ്രവർത്തനവും ഉറപ്പാക്കാൻ അധികാരികൾ തയ്യാറാകണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. യൂണിയൻ ഡിവിഷൻ പ്രസിഡന്റ് ഉമ്മർ മനാഫ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം KM അലി, ജില്ലാ ഭാരവാഹികളായ റീന കരുണൻ, TN ഹനീഫ, ഡിവിഷൻ സെക്രട്ടറി KS അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ കിഴക്കേനടയിൽ കാനയിൽ വീണ കാർ ഫയർഫോഴ്സ് കരയ്ക്ക് കയറ്റി. ടൗൺഹാളിന് പുറകിൽ മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടയിലാണ് കാറിന്റെ ചക്രം കാനയിലേക്ക് ഇറങ്ങിയത്. ഫയർ സ്റ്റേഷൻ ഓഫീസർ SD സജിത് ലാലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കാർ പുറത്തെടുത്തത്. കഴിഞ്ഞ 17 വർഷമായി കർക്കിടക മാസത്തിൽ നാട്ടുകാർക്കും ബന്ധുമിത്രാദികൾക്കും സൗജന്യമായി അരിയും കപ്പയും പായസവും വിതരണം ചെയ്യുന്ന അന്തിക്കാട് സ്വദേശി ഉമ്മറിന്റെ കരുതൽ ഇത്തവണയും മുടങ്ങിയില്ല. നൂറുകണക്കിന് പേർക്കാണ് അരിയും മറ്റും വിതരണം ചെയ്തത്. ഭാര്യ റംല, മക്കളായ ജംഷീർ, ജാഷീർ, ഷാരി എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു വിതരണം. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. ഇത് കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും.
കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് ഈ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വീണ്ടും വാർത്തയിലേക്ക്. മാള ഗുരുതിപ്പാലയിൽ രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസിൽ നിന്ന് പുക ഉയർന്നു. ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടലിനെ തുടർന്ന് രോഗിയെ മറ്റൊരു ആംബുലൻസിലേക്ക് മാറ്റി ചാലക്കുടിയിലേക്ക് കൊണ്ടുപോയി. പുത്തൻചിറയിൽ നിന്ന് ഡയാലിസിസിനായി രോഗിയുമായി ചാലക്കുടിയിലേക്ക് പോകുന്നതിനിടെ ആംബുലൻസിൽ നിന്ന് പുക ഉയരുന്നത് ഡ്രൈവർ സനലിന്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. ഉടൻ തന്നെ വാഹനം നിർത്തി റോഡരികിലേക്ക് ഒതുക്കിയ ശേഷം സനൽ എഞ്ചിൻ ഓഫ് ചെയ്തു. പാവറട്ടി മനപ്പടിയിൽ വ്യാപാര സ്ഥാപനത്തിന് മുൻപിൽ മലിനജലം കെട്ടിനിന്ന് ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉണ്ടെങ്കിലും കാര്യമായ ശുദ്ധീകരണം നടക്കുന്നില്ലെന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ എത്രയും വേഗം പ്ലാന്റിന്റെ തകരാറ് പരിഹരിക്കാൻ നിർദ്ദേശം നൽകി. ഒരു കാരണവശാലും മലിനജലം പുറത്തേക്ക് ഒഴുകരുതെന്നും എല്ലാ മാലിന്യങ്ങളും ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കണമെന്നും കർശന നിർദ്ദേശം നൽകിയതായി പഞ്ചായത്ത് പ്രസിഡന്റ് ആൻഡോ ലിജോ പറഞ്ഞു. പാവറട്ടി മനപ്പടിയിലുള്ള ഒരു സ്ഥാപനത്തിന്റെ മുൻപിൽ, ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്ന ഒരു സ്ഥാപനത്തിന് മുൻപിൽ മലിനവെള്ളം കെട്ടി നിൽക്കുകയും ഇവിടെ ദുർഗന്ധം ഉണ്ടാവുകയും കുറച്ച് ദിവസങ്ങളായി പൊതുജനങ്ങളിൽ നിന്ന് പരാതി ലഭിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് മെമ്പർമാരും അതുപോലെ തന്നെ ഹെൽത്ത് ഉദ്യോഗസ്ഥരും സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറി എല്ലാവരും കൂടി ചേർന്ന് ഇവിടെ ഒരു പരിശോധന നടത്തിയിരിക്കുകയാണ്. ഇവിടെ കാണാൻ കഴിഞ്ഞ ട്രീറ്റ്മെന്റ് പ്ലാന്റ് എല്ലാം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് പുറത്തു വരുന്ന വെള്ളം കളറ് മാറിയിട്ടും സ്മെല്ലോട് കൂടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ പ്രവർത്തനത്തിൽ അപാകതയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എത്രയും വേഗം ആ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ തകരാർ പരിഹരിക്കുക, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വെള്ളം ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ തകരാർ പരിഹരിക്കാൻ 4 ദിവസത്തെ സമയം അനുവദിക്കുകയും അതിനുശേഷം വീണ്ടും പരിശോധന നടത്തുകയും തകരാർ കണ്ടാൽ നടപടി സ്വീകരിക്കുമെന്നും ഉടമയെ അറിയിച്ചു. പ്രസിഡന്റ് ആൻഡോ ലിജോ, വികസന ചെയർപേഴ്സൺ ഉമ്മർ സലീം, മെമ്പർമാരായ ധന്യ സിബിൽ, KC ഖാദർമോൻ, സെക്രട്ടറി വിഷ്ണു സുനിൽ, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സിറിൽ ജോർജ് എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. പുത്തൻപീടിക സെയിന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റും തൃശൂർ IMAയും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി ലക്ഷ്മി വസന്തൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ റാഫേൽ മുത്തുപീടിക അധ്യക്ഷത വഹിച്ചു. IMA ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ NG രാധാകൃഷ്ണൻ ബോധവൽക്കരണ ക്ലാസ് നടത്തി. പഞ്ചായത്ത് അംഗം CL ജോബി, പ്രിൻസിപ്പാൾ സ്മിത P ജോസ്, PTA പ്രസിഡന്റ് CC ജോസഫ്, പ്രധാനാധ്യാപകൻ KK ഫ്രാൻസിസ്, NSS പ്രോഗ്രാം ഓഫീസർ ജോളി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമ്പിൽ 75ഓളം പേർ രക്തം ദാനം ചെയ്തു. ചേറ്റുവ യുണൈറ്റഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സ്നേഹത്തിന് ഒരു കൈത്താങ്ങ് എന്ന പദ്ധതിയിലൂടെ നാടിന് സമർപ്പിക്കുന്ന ആംബുലൻസിന്റെ ഉദ്ഘാടനം MLA NK അക്ബർ നിർവഹിച്ചു. ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സേവ്യർ പുലിക്കോട്ടിൽ അധ്യക്ഷനായി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ഇർഷാദ് K ചേറ്റുവ, ഷമീറ ഷബീർ, പഞ്ചായത്ത് മെമ്പർ നൌഷാദ് കുട്ടിലിങ്ങൽ, ക്ലബ്ബ് സെക്രട്ടറി റിൻഷാദ്, പ്രസിഡന്റ് റിതു രമേശ് തുടങ്ങിയവർ സംസാരിച്ചു. നെല്ലായി പന്തല്ലൂർ ചങ്ങാന്തുരുത്തി ശ്രീ ശിവശക്തി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ കർക്കിടകവാവ് ബലിതർപ്പണവും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഈ മാസം 12-ന് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പുലർച്ചെ 3:45-ന് പിതൃബലി തർപ്പണത്തിന് തുടക്കമാകും. 5:45-ന് നടക്കുന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിന് ക്ഷേത്രം തന്ത്രി അഴകത്ത് മനയ്ക്കൽ മാധവൻ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി അരിത്തോട്ടത്ത് മനയ്ക്കൽ രാമൻ നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വാർത്താസമ്മേളനത്തിൽ ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് രവീന്ദ്രൻ കല്ലുംപുറം, ട്രഷറർ പ്രശാന്ത് കളരിക്കൽ, ജോയിന്റ് സെക്രട്ടറി ശ്രീകുമാർ കളരിക്കൽ, മുഖ്യരക്ഷാധികാരി സുകുമാരൻ വടക്കൂടൻ എന്നിവർ പങ്കെടുത്തു. മറ്റത്തൂർ പഞ്ചായത്ത് 21-ാം വാർഡ് വയോജന ക്ലബിന്റെയും മൂലംകുടം പാർവണം ട്രസ്റ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ആയുർവേദ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CC ബിജു അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ PR ബൈജു, ഡോക്ടർ കാർത്തിക കൃഷ്ണൻ, വയോജന ക്ലബ്ബ് പ്രസിഡന്റ് VK ഗോപാലൻ, സെക്രട്ടറി സരള ഷൺമുഖൻ, പാർവണം ട്രസ്റ്റ് പ്രസിഡന്റ് TK സലീഷ്, PU രാഹുൽ എന്നിവർ സംസാരിച്ചു. തൃശൂർ റൂറൽ പോലീസും ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജ് വിദ്യാർത്ഥികളുടെ സോഷ്യൽ സർവീസ് സംഘടനയായ തവനിഷ് അംഗങ്ങളും സംയുക്തമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി.
ഇരിഞ്ഞാലക്കുട, മാള, പുതുക്കാട്, മതിലകം എന്നീ പോലീസ് സ്റ്റേഷൻ പരിസരങ്ങളിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദീം, ഡിവൈഎസ്പിമാരായ എസ് പ്രദീപ്, NS സലീഷ്, ക്രൈസ്റ്റ് കോളേജ് ബർസാർ, ഫാദർ വിൻസെന്റ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പന്നിത്തടം ടെൽക്കോൺ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ ബുധനാഴ്ച നടക്കുന്ന സമസ്ത ജില്ലാ മദ്ഹു റസൂൽ കോൺഫറൻസിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി കുന്നംകുളം താലൂക്ക് സംഘാടക സമിതി അറിയിച്ചു. 12-ന് രാവിലെ 11-ന് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പങ്കെടുക്കും. 4000-ഓളം പേർ കോൺഫറൻസിൽ പങ്കെടുക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. ജംഇയ്യത്തുൽ ഖുത്ബ ജില്ലാ ജോയിന്റ് സെക്രട്ടറി മുഹമ്മദ് സ്വാലിഹ് അൻവരി ചേകന്നൂർ, ജില്ലാ സ്വാഗത സംഘം കോർഡിനേറ്റർ സിദ്ദീഖ് ഫൈസി മങ്കര, സമസ്ത കുന്നംകുളം താലൂക്ക് ജോയിന്റ് സെക്രട്ടറി സുലൈമാൻ ദാരിമി കടവല്ലൂർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. EP ഖമറുദ്ദീൻ വിദ്യാഭ്യാസ എക്സലൻസ് അവാർഡ് വിതരണവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് VM മുഹമ്മദ് ഗസാലി ഉദ്ഘാടനം ചെയ്തു. ചൂണ്ടൽ പഞ്ചായത്ത് മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് അക്ബർ AA അധ്യക്ഷത വഹിച്ചു. ദുബായ് KMCC തൃശൂർ ജില്ലാ മുൻ പ്രസിഡന്റ് മുഹമ്മദ് വെട്ടുകാട്, മുസ്ലിം ലീഗ് കുന്നംകുളം മണ്ഡലം വൈസ് പ്രസിഡന്റ് ഫസലുദ്ദീൻ ഖമറുദ്ദീൻ, മുസ്ലിം ലീഗ് ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് യൂസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി വാണിജ്യം. പ്രമുഖ ഓൺലൈൻ പാരമ്പര്യ വസ്ത്ര ബ്രാൻഡായ അഭിരാമം ഓണച്ചമയം എന്ന പേരിൽ തൃശൂരിൽ എക്സ്പോ സംഘടിപ്പിച്ചു. കേരളത്തിന്റെ സ്വന്തം വസ്ത്രമായ സെറ്റുമുണ്ടിനും അതിനൊപ്പമുള്ള ബ്ലൗസിനും മാത്രമുള്ള ബ്രാൻഡാണ് അഭിരാമം. തൃശൂർ ശ്രീശങ്കര ഹാളിൽ സംഘടിപ്പിച്ച ഓണച്ചമയത്തിന്റെ ഉദ്ഘാടനം അഭിരാമത്തിന്റെ സമൂഹമാധ്യമ ഫോളോവേഴ്സിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട നന്ദന ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. റിയാലിറ്റി ഷോ താരം നാദിറ മെഹ്റിൻ, നന്ദിലത്ത് ജിമാർട്ട് മാനേജിംഗ് ഡയറക്ടർ ഐശ്വര്യ നന്ദിലത്ത്, അഭിരാമം ഫൗണ്ടറും സിഒയുമായ അഭിരാമി എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. ഓണം ഷോപ്പിംഗിന് ഒരു കുടുംബത്തിന് ആവശ്യമായ വിവിധ ഉൽപ്പന്നങ്ങൾ ഒരിടത്ത് തന്നെ കണ്ടെത്താനാകുന്ന രീതിയിൽ നിരവധി ബ്രാൻഡുകളെ അണിനിരത്തിയാണ് ഓണച്ചമയം ഒരുക്കിയിരിക്കുന്നത്. മറ്റെങ്ങും ലഭ്യമല്ലാത്ത നിരവധി ഉൽപ്പന്നങ്ങൾ സന്ദർശകർക്ക് പരിചയപ്പെടാനും സ്വന്തമാക്കാനും ഓണസമ്മാനങ്ങൾ തിരഞ്ഞെടുക്കാനും എക്സ്പോ അവസരമൊരുക്കുന്നു. എക്സ്പോയിലേക്കുള്ള പ്രവേശനം സൗജന്യമാണ്. കൂടാതെ എത്തിച്ചേരുന്ന ഓരോ സന്ദർശകനും ഭാഗ്യസമ്മാനമായി 1 ഗ്രാം സ്വർണ്ണ നാണയം നേടാനുള്ള കൂപ്പൺ ലഭിക്കും. വിജയെ കണ്ടെത്തുന്നതിനുള്ള തത്സമയ നറുക്കെടുപ്പ് സമാപന ദിവസമായ ഞായറാഴ്ച വൈകുന്നേരം 7 മണിക്ക് എക്സ്പോ ഹാളിൽ നടത്തും. ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,965 രൂപ, പവന് 1,11,720 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. മണ്ണിടിച്ചിലുണ്ടായ കുതിരാൻ തുരങ്കമുഖത്ത് ജാഗ്രത തുടരുന്നു. വിദഗ്ധ സംഘം തിങ്കളാഴ്ച സ്ഥലത്ത് പരിശോധന നടത്തും. ക്ഷേത്ര ഫണ്ട് ക്ഷേത്രത്തിന്റെ വികസനത്തിനും നാടിന്റെ നന്മയ്ക്കുമായി വിനിയോഗിക്കണമെന്ന് ദേവസ്വം മന്ത്രി K മുരളീധരൻ. ഗുരുവായൂർ ദേവസ്വത്തിൽ ഒഴിവുവരുന്ന 3 ഭരണസമിതി അംഗങ്ങളെ സെപ്റ്റംബർ മാസത്തോടെ നിയമിക്കും. ദേശീയപാത നെല്ലായിയിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ മിനി ലോറി ഇടിച്ച് വയോധികൻ മരിച്ചു. മരത്താക്കര കുഞ്ഞനംപാറയിൽ ടോറസ് ലോറിക്ക് പുറകിൽ ബസ്സിടിച്ച് 5 പേർക്ക് പരിക്ക്.
ഗുരുവായൂർ ഫയർ സ്റ്റേഷന്റെ കെട്ടിട വാടക സംബന്ധിച്ച തർക്കം പരിഹരിക്കാൻ സർക്കാർ ഇടപെടണമെന്ന് NK അക്ബർ MLA. ദേവസ്വം വകുപ്പ് മന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഇടപെടണമെന്ന് MLA. വടക്കാഞ്ചേരി ഓട്ടുപാറ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന സമാന്തര പുഴപ്പാലത്തിന്റെ പൈലിംഗ് ആരംഭിച്ചു. 26.5 മീറ്റർ നീളത്തിലും 11 മീറ്റർ വീതിയിലുമാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.